ഇതിപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാം അടിച്ച് പൊളിച്ചിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളിപ്പോഴും ഹണിമൂണിലാണല്ലേ, കാരണം ഹണിമൂണിലാണ്. അപ്പം ഇതൊരു പുതിയ ലൊക്കേഷനിലെത്തിയപ്പം കുറേ കമൻസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു വീഡിയോ പെട്ടെന്ന് അല്ലേ, നമ്മൾ ആ ഒരു ഹണിമൂൺ പാക്കേജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ കാരണം വെച്ചാൽ കുറേ കമൻസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമ്മൾ നിക്കാഹിൻ്റെ കോൺട്രവേഴ്സി കുറേയൊക്കെ ഹൈഡ് ചെയ്തു, പക്ഷേ നിക്കാഹിൻ്റെ കോൺട്രവേഴ്സി അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെ കുറേ സാധനങ്ങൾ യൂട്യൂബിൽ കത്തിയില്ലേ. അപ്പോൾ നമ്മൾ അതിനൊന്നും റിപ്ലൈസ് ഒന്നും ആരും തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഓക്കെ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ റിപ്ലൈ എന്ന രീതിയിൽ ഇതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക തന്നെ. സോ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ. അതിനുശേഷം നാളെ മുതൽ നമ്മളുടെ കണ്ടിന്യൂ റെഗുലർ വ്ളോഗും കാര്യങ്ങളൊക്കെ വരും. സോ എക്സൈറ്റഡ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക്, ആദ്യത്തെ കോൺട്രവേഴ്സി കേസ്. എൻ്റെ പൊന്നെ, ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലൊക്കെ എന്താണ് അൽഫി, എന്താണ് സംഭവിക്കുന്നത്? അത് ആക്ച്വലി അത് നമ്മളിട്ടത് കൊണ്ടല്ല, നമ്മളല്ല ഇട്ടത്, വേറെ ആരൊക്കെ ഇട്ടതിലാണ്. സോ ഫസ്റ്റ് നമുക്ക് എനിക്ക് പറയാനുള്ള ഡയലോഗ് മറ്റേ ദൃശ്യം മൂവിയിലത്തെ സാധനമില്ലേ, ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ വന്ന് ഞങ്ങളുടെ നിക്കാഹ് അടിച്ചു മാറ്റി ഗൈസ്. അടിച്ചു മാറ്റിയല്ല, കോളാക്കി ഭയങ്കരമായിട്ട് അലമ്പാക്കി കളഞ്ഞു. എനിക്ക് അതിൽ ഭയങ്കര അത് ഇവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നമ്മളുടെ രീതി മൊത്തം അടിച്ചു പൊളിച്ച്, പക്ഷെ ഔട്ട് വരുന്ന സാധനങ്ങളിൽ ഒരുപാട് നമ്മള് ആ നിക്കാഹിന്റെ ഇത് ലൈക്ക് ഇവന്റ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ്, കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് ഓർഗനൈസ് ചെയ്തത്. ലൈക്ക് സ്റ്റേജിന്റെ കാര്യങ്ങൾ മൊത്തം എല്ലാം എല്ലാ നിക്കാഹിന്റെ മൊത്തം ഇവരുടെ ടീമാണ്. അപ്പൊ എല്ലാം ഇവൾ തന്നെയാണ് കറക്റ്റ് ഇവളെ ഫാമിലി നോക്കി എല്ലാം ചെയ്തത്. ആദ്യത്തെ കോൺട്രവേഴ്സി, നിക്കാഹിന് മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലേ. അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞുതരാം. എല്ലാവരും നിക്കാഹിന് മഹർ കൊടുക്കുക, ഒന്ന് എന്താ പറയുക ഡയമണ്ട് എന്താ പറയുക ഇതാ കൊടുക്കുന്നത്, സ്വർണം കൊടുക്കുമ്പം നമ്മളെ നാട്ടിലത്തെ ഒരു പതിവ് എന്താണെന്ന് വെച്ചാൽ അത് അവർ പറയും ഇത്ര എന്താ പറയുക ഇത്ര പവൻ്റെ കണക്ക് എല്ലാവർക്കും സ്വർണ്ണം വാങ്ങുമ്പോൾ പറയും. പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെ വിളിച്ച് പറയും കേട്ടോ, ചിലർ വിളിച്ച് പറയും, ചിലർ മൈക്കിൽ പറയില്ല. അതൊക്കെ ഓരോ മഹലിലുള്ള മെൻഷൻ ചെയ്യും, മൈക്കിലും അല്ലാതെ അത് ഓരോ മനസ്സിലായില്ല. അത് അപ്പം എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത്. നമ്മളിത് വീഡിയോയിൽ വന്നുകൊണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവമായിട്ട് തോന്നുന്നു. പക്ഷെ സത്യം പറയല്ലേ, എനിക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ വിളിച്ച് പറയും എന്നുള്ളൊരു കാര്യം. ഈവൻ പവൻ പറഞ്ഞാലും ഇപ്പൊ പവന്റെ റേറ്റ് അത് കാൽക്കുലേറ്റ്. പക്ഷെ നമ്മളെ ഭാഗത്തുനിന്ന് എന്നൊരു കോമഡി നമ്മൾ ഡയമണ്ടാണ് ഇവൾക്ക് മഹറായി കൊടുത്തത്. അപ്പോൾ ഉസ്താദ് കണ്ടപ്പോൾ ഉസ്താദിനോട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡയമണ്ട് മഹർ കൊടുക്കുന്നത് കണ്ടത്. അതുകൊണ്ട് ഇത് എങ്ങനെ പറയണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന്. അപ്പോൾ ഉസ്താദ് നിങ്ങൾ ചോദിച്ചു ക്യാരറ്റ് എത്ര, അപ്പോൾ പറഞ്ഞ് എന്ത് ക്യാരറ്റ്, നമ്മളിതുപോലെ ലൈക്ക് ഇത് നമ്മൾ ഉണ്ടാക്കിപ്പിച്ചതാണ്, ഇങ്ങനത്തെ ഒരു മോതിരം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിപ്പിച്ചതാണ്. പിന്നെ അതേപോലെ ഒരു ചെയിൻ കണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കൂടുതൽ ഡയമണ്ടിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അറിയില്ല, ഞങ്ങൾ അത് യൂസ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കത് അറിയില്ല. കണ്ട് ഇഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങി മഹർ കൊടുത്ത്. അപ്പോൾ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപൻ്റെ മഹറാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര രൂപൻ്റെ മഹറാന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക മൊയ്ലാർ പറഞ്ഞാൽ പിന്നെ അതങ്ങ് പറയാമെന്ന്. അങ്ങനെയാണ്. പക്ഷേ ആ മൈക്ക് എവിടുന്ന് വന്ന് നിൽക്കുകയല്ല, കറക്റ്റ് സമയം മൈക്ക് ഉണ്ടായപ്പോൾ ഉസ്താദ് മൈക്ക് എടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ഉസ്താദ് ഒരുപാട് ഊക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ആ ഉസ്താദ് ഒരു കാര്യം അറിയില്ലല്ലേ, പാവാണ്, മൂപ്പർ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ള കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ആ മീഡിയക്കാരെ നമ്മൾ അവിടെ നിന്ന് പ്രൊഹിബിറ്റ് മീഡിയക്കാർ ഒഴിവാക്കണമായിരുന്നു. നമ്മൾ മാന്യമായിട്ട് എന്തോ എന്റെ ബ്രദർ പറഞ്ഞു, ഒരു പറച്ചിലൊന്നും ഒരിക്കലും അവർ പോവില്ല. ലൈക്ക് ഒറ്റ എൻട്രൻസ് അല്ലല്ലോ, അത് സൈഡിൽ കൂടെ ഒരുപാട് എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ. തീരെ മാനേഴ്സ് ഇല്ലാണ്ടാണ് അവർ ചെയ്തതും. കാരണം ഞാൻ എൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ഒരു എൻട്രൻസ് വീഡിയോ ഒക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് നിക്കാഹിന്റെ വീഡിയോ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്തു. എൻട്രൻസിൽ മൊത്തം ആൾക്കാർ ഫോണും പിടിച്ച് നിൽക്കുകയായിരുന്നു. നമ്മുടെ കസിൻസ് ഒന്നും അല്ല, ഈ മീഡിയ ടീംസ്. നിങ്ങൾ ആരാ വിളിച്ചത്? ഞങ്ങൾ വിളിച്ചിട്ടില്ല. എനിക്കത് അപ്പോൾ ചോദിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം ഇനി അപ്പോൾ അതെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് ടയറിലാക്കണ്ടല്ലോ എന്ന്. ആദ്യത്തത് നിക്കാഹിന്റെ അവസ്ഥക്ക് പാവം അപ്പം ഉണ്ടായ ഒരു കൺഫ്യൂഷൻ കാരണം സംഭവിച്ചു പോയത്. അല്ലാണ്ട് ഇപ്പൊ അവര് പറഞ്ഞ വേർഡിങ്സ് ആയാലും ലൈക്ക് ഒരു ചെറിയ രീതിയിൽ അത് ഞാൻ നിങ്ങളെ ഭാഗത്താണ്. കാരണം അവര് പറഞ്ഞത് ഇത്ര രൂപക്ക് വേണ്ടി ഒരു കച്ചവടം ചെയ്യുന്ന പോലെയാണ് എനിക്കും അവിടെ ഫീൽ ചെയ്തത്. വേർഡിങ്സ് ഓർമ്മയില്ല. കാരണം ഞാൻ നിക്കാഹിന്റെ ടൈമിൽ ഞാൻ ഇരിക്കുന്നിടത്ത് മൈക്ക് എനിക്ക് അത്ര കേട്ടില്ല. പിന്നെ എന്റെ ചുറ്റുള്ളവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ പേര് എനിക്കും അങ്ങനെ തോന്നി, ഇതെന്താ ഇങ്ങനെ ഒരു സാധനം. ഞാൻ ഇന്നൊരു നിക്കാഹ് ചെയ്യുന്ന പേഴ്സണലി കണ്ടില്ല. എപ്പോഴാണ് ഇത് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഇവൻ എന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് പറഞ്ഞത്. അതെ, ഞാൻ അവളോട് ചോദിച്ചു
ചോദിച്ചു എന്താ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണോ പറയാന്ന് ചോദിച്ചു. എനിക്ക് അപ്പം തന്നെ അത് ബാഡ് അടിച്ച്, സീരിയസ്ലി ആ ബാഡ് അടിച്ച് നിൽക്കാൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഐ മീൻ എല്ലായിടത്തും നമുക്ക് ഫീൽ ചെയ്ത മാതിരി തന്നെയാണ് എല്ലാവർക്കും ഫീൽ. അത് നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയില്ല, കാരണം വെച്ചാൽ നമുക്ക് ഫീൽ ചെയ്ത സെയിം സാധനം തന്നെ അവർക്ക് ഫീൽ ചെയ്യില്ല. കുറെ ആളുകൾ ഇത് ബോധമില്ലാണ്ടാണോ അതോ നമ്മളെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ലൈക്ക് എന്താ 4.5 ലക്ഷത്തിന്റെ മിക്ക വീഡിയോസിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും എല്ലാത്തിലും ഒന്ന് കമന്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ച് അതെന്താ പറയുക, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് പൊക്കപ്പിക്കാൻ സോഷ്യൽ മീഡിയ. ഒന്നാമത് നമ്മളല്ല ഈ കമന്റ്സ് വായിക്കുന്നു നോക്കുന്നത്, നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും നമുക്ക് ഇത് അയച്ചു. നമ്മളിവിടെ ട്രിപ്പിലാണ്, നമ്മള് ഇതൊക്കെ ലൈക്ക് നമുക്ക് ഇവരിത് ഇങ്ങനെ അയച്ചു തരുമ്പോഴാണ് നമ്മളിത് കാണുന്നതും കേൾക്കുന്നതും. നമ്മളൊരു എനിക്കിതില് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് ഈ മീഡിയ ടീമിനെ തന്നെ. കാരണം അവര് തീരെ അൺഇൻവൈറ്റഡ് ആയിട്ട് വന്നു എന്നുള്ളത് പോരാത്തതിന് നമ്മുടെ ഫുൾ ഈവൻ ഈച്ച് ആൻഡ് എവറി ബിറ്റ് പല ആംഗിളിൽ നിന്ന് എങ്ങനൊക്കെ എവിടെ നിന്നൊക്കെ ഇവന്മാർ വന്നേ എന്താ ചെയ്യുക നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ പറയും, കാരണം നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് നമ്മൾ അത്രയും ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്തൊരു വെഡിങ്, അതിനകത്ത് ഈ ഒരു പാർട്ട് നമ്മൾ ഉണ്ടാവും കരുതിയില്ല. കാരണം ഇവന്റ് അവിടെ ഉണ്ടാവും കരുതി ഇവര് പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ നമ്മുടെ അവിടെ ഇവര് വരുമെന്ന്, കാരണം നമ്മൾ ഇവരെ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഇവൻ എൻ്റെ ഡ്രസ്സ് വരെ പലതവണ ചവിട്ടി എൻ്റെ ഔട്ട്ഫിറ്റിലാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് എത്ര നാള് ഞാൻ പുറകെ നടന്ന് ചെയ്ത ഔട്ട്ഫിറ്റാണെന്നറിയോ? ആ ഔട്ട്ഫിറ്റിന്റെ താഴത്തെ പോർഷൻ ചവിട്ടി ലൈക്ക് ലിറ്ററലി ചവിട്ടിയിട്ട് അതിന്റെ ചുറ്റുള്ള ബീച്ചൊക്കെ പോയി 3.5 മാസം കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത. പക്ഷെ ആ ഔട്ട്ഫിറ്റ് ഞാൻ കുറെ നാള് മുന്നേ വർഷങ്ങളായിട്ട് ഡ്രീം ചെയ്തിട്ടുള്ള ഒരു കളറും ഔട്ട്ഫിറ്റ്. ആൾക്കാർ വന്ന് ചവിട്ടുമ്പോൾ ആർക്കായാലും അത് ചവിട്ടിന്റെ തല ലൈക്ക് ഹെഡ് ബെയിലൊക്കെ ചവിട്ടേന്റെ എപ്പോഴോ ഏതോ ഒരു ടൈമിൽ എൻ്റെ മുടിയൊക്കെ വലിഞ്ഞ് എന്നെ കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞു പോയിട്ടുണ്ട് 2 വട്ടം. കാരണം എത്ര 20-22 കിലോ നട്ടല്ലേ, അത്ര വെയിറ്റ് ഉള്ള സാധനമല്ല. അത്ര വെയിറ്റിലെ ഡ്രസ്സാണ് കേസ് ഇവർക്കൊക്കെ ഉണ്ടാവുക, നമ്മളെ മാതിരില്ല. നമ്മളിതൊക്കെ കുറച്ച് പരിപാടികളല്ലേ ഉള്ളൂ. റിസപ്ഷനിലേക്ക് കടക്കാം. റിസപ്ഷനിലേക്ക് കടന്നപ്പം ഇവിടെ നിൽക്കാൻ കണ്ടപ്പം നമ്മൾ നിൽക്കാൻ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഞാൻ കുറച്ച് ബൗൺസേഴ്സിനെയും കുറേ സെക്യൂരിറ്റിനെയൊക്കെയാണ് ഹയർ ചെയ്തിട്ട് ഒരുവിധം എല്ലാ മീഡിയനും ബ്ലോക്ക് ചെയ്ത്, അതുകൊണ്ട് തന്നെ പരിപാടി കളറിൻ്റെ മുകളിൽ കളറായി, വേറെ ലെവലിൽ പരിപാടിയായിരുന്നു. അപ്പം അതിൽ എന്താ പറയുക ഒരുപാട് ആൾക്കാർ വന്ന് സ്റ്റേജ് ആയാലും നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഡ്രീം ചെയ്ത പോലെ തന്നെ ഉള്ളൊരു ഫ്രീ ആയിരുന്നു. അടിച്ച് പൊളിച്ച് DJയും പാട്ടും ഡാൻസും. ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റിയില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റിയില്ല. ഫുൾ എവിടെ പോയാലും ഞങ്ങൾ ആരെങ്ങനെ കവർ ചെയ്യാനായിട്ട് നമ്മളൊന്നും മറ്റേ ഈ ലൈക്ക് നമ്മൾ നോർമലി ഈ ഹോളിവുഡിൽ ഷാറൂഖ് ഖാനും അവരൊക്കെ വരുമ്പോൾ ഇങ്ങനെ പാപ്സിനെ കണ്ടിട്ട്, ഇത് നമ്മളൊരു നോർമലായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. അടുത്ത കാര്യം, മുസ്ലിം അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ കല്യാണം നടത്താൻ പറ്റും, അങ്ങനത്തെ കുറേ ചോദ്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മുസ്ലിങ്ങൾക്ക് നാട്ടിലൊന്നും പറ്റില്ലേ നല്ലൊരു കല്യാണം നടത്താൻ പറ്റില്ല, നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല? ഏതോ ഒരു ഫുഡ് ബ്ലോഗറോ അങ്ങനെ ഒരു പുള്ളി ഉണ്ട്, ആ പുള്ളി ഈ കാസർഗോഡ് അങ്ങനത്തെ സ്ഥലത്തെ ഏറ്റവും എക്സ്ട്രാവഗന്റ് ആയിട്ടുള്ള കല്യാണങ്ങൾ കാണുന്നത് മുസ്ലിമിന്റെ. അപ്പം നിങ്ങൾക്കൊരു കാര്യം, നമ്മൾ ഈ പൈസ ഇപ്പൊ എന്നാലും ഒരു ചങ്ങായി കമന്റ് ഇട്ടോ, എന്തിനെങ്ങനെ കല്യാണം നടത്തിയത് പാവങ്ങൾ കൊടുത്തുകൂടെ? എനിക്ക് അറിയിട്ട് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത്, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ഇപ്പൊ ഇവിടെ പറയുന്നത് ക്രിസ്ത്യൻ വെഡിങ് ആണ്, നമുക്ക് അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് വേണം നമ്മളത് ചെയ്ത്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് ഞാനൊരു ക്രിസ്ത്യൻ ലുക്കല്ല, ഒരു ടർക്കിഷോ ഇസ്താൻബുളോ അങ്ങനെ എന്തോ ലൈക്ക് ഇങ്ങനെ പുറത്തെ കൺട്രീസിൽ അത് ക്രിസ്ത്യൻ ലുക്ക് അങ്ങനെയല്ല കേട്ടോ. പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് പറയാം. ഇതൊക്കെ 7-8 വർഷത്തോളം ഞാൻ കേൾക്കുന്ന കാര്യമാണ് ഈ തട്ടമതാത്ത എന്താ നല്ല ഡ്രസ്സ് ഇട്ടൂടെ അത് ഇത് അങ്ങനെ കുറേ എന്താ പറയാ ആൾക്കാരുണ്ട് ഇങ്ങനെ കമന്റ് ചെയ്യുന്ന നമ്മളെ. പക്ഷെ ഇതിനിടയിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരാ അത് കമന്റ് പറയുമ്പോൾ 3-4 ലക്ഷം വ്യൂസിൽ ഒരു 10-20 നെഗറ്റീവ് കമന്റ് വരുള്ളൂ. പക്ഷെ ആ നെഗറ്റീവ് കമന്റ് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കത് ഹേർട്ടാവും. പിന്നെ എന്താ നമ്മളുടെ ചാനലിലല്ല നമുക്ക് ഈ നെഗറ്റീവ്സ് വരുന്നത്. അതെ അതെ, മറ്റു ചാനലില് കുറെ പേര് ഭയങ്കര സംഭവമായിട്ട് വല്ല കാര്യമുണ്ടോ ലൈക്ക് ഇത്ര എക്സ്ട്രാവഗന്റ് ആയിട്ട് നടത്തി പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്നതിനൊരു ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം നമ്മൾ ആ കല്യാണം നടത്തുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത ഇവന്റിന്റെ കേറ്ററേഴ്സ്, സർവീസ് ബോയ്സ്, ലൈക്ക് ലൈസൻസ്, ഒരു 100-150 ആളുകൾക്ക് അവിടെ
ജോലി കിട്ടുകയാണ്, നമ്മൾ അവർക്ക് ഈ ലൈവ്ലിഹുഡ് നമ്മൾ കൊടുക്കുകയാണ്. അതെ, നമ്മൾ അത്രയും ആൾക്കാരുടെ ഒരു ദിവസത്തെ ജോലി നമ്മൾ കൊടുക്കുകയാണ്. ലോജിക്കലി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈക്ക് സൊസൈറ്റിയിൽ ഒരു മണി ഫ്ലോ അവിടെ നടക്കുകയാണ്. അതെ അല്ലെ, ഞാനിപ്പം വിവാഹം കഴിക്കാണ്ട് ക്യാഷ് ഇപ്പം പൂട്ടി വെച്ചിന് പൈസ വേറെ ആർക്കും കിട്ടില്ലായിരുന്നു. ഞാൻ കാരണം അവിടെ അന്ന് ജോലിക്ക് വന്ന എത്രമാത്രം പാവപ്പെട്ട കുടുംബങ്ങൾ, എത്രമാത്രം പാവപ്പെട്ട ടീംസ് അല്ലേ, എത്രമാത്രം ആൾക്കാർക്ക് ആ ഒരു ഡേ ആ ഒരു സമ്പാദ്യം കിട്ടി. നമ്മളിത് ഫ്രീ ആയിട്ട് ചെയ്യുന്നല്ലോ, നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് ആലോചിക്കുക. അല്ലാണ്ട് നമ്മൾ ഈ പാവപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം അങ്ങനെ കൊടുക്കില്ല, നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം. നമുക്ക് ചാരിറ്റി സക്കാത്ത് അതെന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ എന്താ പ്രൈവറ്റ് ആയിട്ട് ആരും അറിയാതെ ചെയ്യേണ്ട, ഒരു കൈ കൊടുക്കണം മറ്റൊരു കൈ അറിയരുത്. അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ എത്രയൊക്കെയാണ് 2-3 കാര്യങ്ങൾ നമ്മൾ വന്നിട്ടുള്ളൂ. കുറെ ആൾക്കാർ കമന്റ്, ഒന്ന് നിക്കാഹിന്റെ ആണ് മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു നിക്കാഹ് അതായിരുന്നു വന്നത്. പിന്നെ തട്ടത്തിന് അത് പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന സാറാണ്. നമ്മളെന്തോ പൈസ കൊടുത്ത്, അങ്ങനെ പൈസ കൊടുത്ത് എനിക്ക് ഇദ്ദേഹത്തിനെ അറിയാവുന്ന ഒരു ഇതിൽ പറയാം, ഷോ കാണിക്കാൻ കഴിഞ്ഞിട്ട് വേറെ ആള് ഷോ കാണിക്കാൻ എനിക്ക് വേറെ ഇങ്ങനത്തെ പരിപാടി വേറെ ലെവലിൽ ഞാൻ ഷോ കാണിക്കും. അത് വേറെ ഇതേ, അത് നമുക്ക് ഈ നിക്കായിൽ ഈ ഇത് കൊടുത്തിട്ട് ഷോ കാണിക്കാൻ ഒരു ആവശ്യമില്ല. നമുക്ക് പറ്റിപ്പോയാൽ മാറിയില്ലായിരുന്നു ഇങ്ങനെ വിളിച്ചു പറയും. അങ്ങനെ വിളിച്ച് പറഞ്ഞാലും അതൊരു പ്രൈവറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഇവന്റ്. ഇപ്പം നമ്മൾ റീൽ ഇടുകയാണെങ്കിലും നമ്മൾ വ്ലോഗ് ചെയ്യുകയാണെങ്കിലും നമ്മളിപ്പോ അങ്ങനത്തെ ഇന്റിമേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്ലോഗിൽ കാണിക്കില്ല. അത് മീഡിയ ടീം വന്നു, അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് അവർ അവരെ കമന്റ് ഇടലാണ്. ക്യാപ്ഷൻസ് പൊന്നോ, അത് കണ്ടു ഇത് കണ്ടു തൊടു കൊറേ ഒക്കെ വന്ന്. ഇപ്പം നമ്മൾ ഹാപ്പിയാണ്. ഞങ്ങളിത് എന്നോ ഷൂട്ടാണെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല. ഇപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഷൂട്ട് ചെയ്യാണ്. അപ്പം വെഡിങ് ഒക്കെ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഡിവോഴ്സ് ചെയ്യുമെന്ന് പറയുന്നവരോട് ഒന്നും പറയാനില്ല. കാരണം നമ്മൾ നല്ലൊരു പുതിയൊരു സാധനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഡിവോഴ്സ് എന്നൊക്കെ പറയും, എന്ത് ബോറായാലും അതൊക്കെ. അല്ല, നമ്മളിനി അടുത്ത വർഷം കഴിഞ്ഞ് എന്താ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുത്ത് ആരെങ്കിലും ഓ എന്തൊക്കെ ആയിരുന്നു എന്നൊക്കെ. അപ്പം ഇപ്പം ഫ്യൂച്ചർ ഒന്നും നമുക്കിപ്പം പറയാനില്ല. ഇപ്പം നമ്മൾ ഹാപ്പിയാണ്. ആയില്ലസ അടുത്തോള്. സോ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാം. ഒരുപാട് നല്ല ക്യൂട്ട് വേർഡ്സ് വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് നന്ദി. ലവ് യു ഓൾ, കീപ് സപ്പോർട്ടിങ്. ആൻഡ് ഇതിന്റെ ബാക്കി എൻ്റെ ഫേസ് കാണില്ല.